ജോർജ് സാറ് പഴയ ജോർജ് സാർ എന്നടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? ഇത് എന്റെ കഥയാ. എന്തൊക്കെയാണ് മോളെ വിശേഷം? ഭാസ്കറിന്റെ മോളെ പോലെ തന്നെയുണ്ട്. ആരെവിടെ ഒരു ലെമൺ ടീ കൊടുക്കൂ. പക്ഷെ ഇതിൽ എപ്പോഴും ശ്രദ്ധേയമായത് പി സി ജോർജ് സാറാണ്. പക്ഷെ ഇതിലൊരു സാധ്യതയില്ല ഇങ്ങനെ കുറെ ആൾക്കാരെ പറ്റിക്കാൻ. അടിച്ച് കയറി വരട്ടെ. ഹായ് ഹലോ, വെൽക്കം ടു സുൽഫി മീഡിയ ഹബ്. ഇന്ന് മുതൽ ദുബായിൽ നിന്ന് നമ്മൾ ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, സുൽഫി മീഡിയ പ്രസൻസ് ചിറ്റ് ചാറ്റ് വിത്ത് ആർജെ കിരൺ. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട അതിഥിയെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എൻ ആർട്ടിസ്റ്റ്, ഹീസ് എൻ എ സിംഗർ, ഹീസ് എൻ ആങ്കർ, മോറോവർ ദാൻ ഹീസ് എൻ എ മിമിക്രി ആർട്ടിസ്റ്റ്. വെൽക്കം ടു അവർ ഷോ സമത് മിമിക്സ്. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ദുബായിൽ വന്നിട്ട് എത്ര നാളായി? ദുബായിൽ ഞാൻ മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ യു എയിൽ ഒരു 2018 വരെ ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ നാട്ടിലായിരുന്നു. പിന്നെ ബ്രേക്കായിട്ട് ഇപ്പോൾ ദുബായിൽ വന്നിട്ട് ഒരു 1.5-2 വർഷത്തിനടുത്തേ ആയിട്ടുള്ളൂ. പക്ഷേ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് എന്തുകൊണ്ട് ദുബായ് ചൂസ് ചെയ്തു? നാട്ടിൽ നിൽക്കുകയാണെങ്കിലല്ലേ കുറച്ചും കൂടിയും. അത് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ദുബായിൽ അത്യാവശ്യം ജോലി പ്ലസ് കലാപരിപാടി കൊണ്ടുപോകണം, അങ്ങനെ ഒരു ഏണിങ്സ് ആയിരുന്നു ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത്. 2018 ശേഷം നാട്ടിൽ നിന്ന സമയത്ത് എനിക്ക് നാട്ടിലധികം ഒരു കംഫർട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ കണ്ണൂരാണ്. ഒന്നുകിൽ എറണാകുളം സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നേരെ ദുബായിക്ക്. എന്തുകൊണ്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളും എറണാകുളം ഫോക്കസ് ചെയ്താണ്? നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിലും ചാനൽ വൈസ് നോക്കുകയാണെങ്കിലും എല്ലാവരും കൊച്ചിനെ ഇങ്ങനെ, പക്ഷേ കണ്ണൂരും അത് കേരളത്തിലെ പല ഭാഗങ്ങളിലും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. ദെൻ വൈ ടു എറണാകുളം? എറണാകുളത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഒട്ടുമിക്ക ഫിലിം ഫീൽഡിലുള്ള ആളുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നതും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിക്കോട്ടെ, സ്റ്റുഡിയോസ് ആയിക്കോട്ടെ, റെക്കോർഡിംഗ് ആയിക്കോട്ടെ, അഡ്വർടൈസിങ് ആയിക്കോട്ടെ, എന്തിനും ഒരു വ്യവസായ ശൃംഖല അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖല എന്നുള്ളത് എറണാകുളം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും അത് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ദുബായ് ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സ്റ്റേജ് ഷോയ്ക്കൊന്നും കുറവൊന്നുമില്ല. അത്യാവശ്യം വീക്കെൻഡുകളൊക്കെ പരിപാടികളൊക്കെ. തീർച്ചയായിട്ടും എല്ലാ വീക്കെൻഡും ഫുൾ വർക്കാണ്. ഇപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പാട്ട് വിട്ട് മിമിക്രി ആർട്ടിസ്റ്റിലോട്ട് എത്തിയത്? യു ആർ എ ഗുഡ് സിംഗർ ഓൾസോ, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ 7ാം ക്ലാസ് വരെ ഞാൻ പാട്ടിനായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. 7 കഴിഞ്ഞ് എനിക്ക് വോയിസൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് ചില സമയങ്ങളിൽ പക്ഷി മൃഗാദികളുടെ സൗണ്ടൊക്കെ ആ സമയത്ത് സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെയാണ്. പട്ടി കുറയ്ക്കുക, പൂച്ച. അതെ. പിന്നീട് ഒരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പം സിനിമ നടന്മാരുടെ ശബ്ദം ചെറുതായിട്ടൊക്കെ 8ാം ക്ലാസ്സിൽ തുടങ്ങി. ചെറുതായിട്ടൊക്കെ അനുകരിച്ച് തുടങ്ങി. പ്രേം നസീർ, ജയന്, ലാലു അലക്സ്, അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ അനുകരിച്ച് തുടങ്ങി. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ശബ്ദങ്ങൾ ഞാൻ എടുക്കാറുണ്ടെന്ന് എൻ്റെ പാരൻസൊക്കെ റിലേറ്റീവ്സൊക്കെ പറയാറുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല. പിന്നെ മിമിക്രി ഭയങ്കര ഒരു ക്രൈസായി. കാരണം ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ കുട്ടികളുടെ ഒരു സന്തോഷം, ഞാൻ ചെയ്യുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ചിരി കയ്യടിയൊക്കെ കേൾക്കുമ്പോൾ ഇതുകൂടി കണ്ടിന്യൂ ചെയ്യാം എന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചു. അതെ. അതിനുശേഷം മിമിക്രി മെയിനായി, പാട്ട് അതിൻ്റെ താഴേക്ക് പരിപാടിക്ക്. ഓക്കെ. ഇപ്പോൾ എത്രത്തോളം വോയിസുകൾ എടുക്കും? എത്ര പേരുടെ? 150 വോയിസൊക്കെ. 150 വോയിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതെങ്ങനെയാണ്? ലൈക്ക് ഇപ്പോൾ ഒരാളെ കാണിച്ചു തന്നിട്ട് അയാളുടെ വോയിസ് എടുക്കാൻ പറഞ്ഞാൽ പറ്റും? അങ്ങനെയല്ല, എനിക്ക് ലിസ്റ്റിലുള്ള ഹ്യൂമൻ വോയിസസ്, അത് ഇന്ത്യയിലുള്ള മലയാളത്തിലാണ് കൂടുതൽ ഞാൻ നോക്കുന്നത്. അല്ലാതെ വെക്കുമ്പോൾ ഇപ്പം പുറത്ത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, ലതാ മങ്കേഷ്കർ, കുമാർ സാനു, അങ്ങനെയുള്ളവരുടെ ശബ്ദങ്ങൾ, ഉദിത് നാരായണൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, ലിസ്റ്റിൽ കുറേ പേരുണ്ടല്ലോ. അതെ. ഇത് കേരളത്തിന് പുറത്തുള്ളവരുടെ ശബ്ദം അത് വളരെ കുറവായിരിക്കും. ഒരു 10-15 പേരിൽ ഉള്ളിലായിരിക്കും. ഓൾമോസ്റ്റ് ചെയ്യുന്നതൊക്കെ മലയാളീസുള്ള ആർട്ടിസ്റ്റുകൾ ആരാണോ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ, അങ്ങനെയുള്ളവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ലേറ്റസ്റ്റ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. പുതിയ പുതിയ വോയിസുകൾ കണ്ടുപിടിക്കണം, പുതിയ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കണം. നമ്മൾ ശബ്ദത്തിൽ മാത്രം ഒതുങ്ങിപ്പോയല്ലേ, ഇമിറ്റേഷൻ, അതായത് ഫുൾ ഫിഗർ ഇല്ല. പക്ഷെ അത് വലിയൊരു കഴിവ് തന്നെയാണ്. ഒരാളുടെ നമ്മുടെ സ്വന്തം ശബ്ദം മാറ്റി വേറെ ആളുടെ ശബ്ദത്തിൽ പറയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഒരു ഗോഡ് ബ്ലെസ്സിങ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആരുടെ ശബ്ദം എടുക്കാൻ പറ്റും? അത് കൂടുതൽ പേര് ഇപ്പം ചോദിക്കാറുണ്ട്. ഇപ്പം തുടരും സിനിമയിലെ
ഒരു വില്ലനുണ്ട്, നമ്മൾ പ്രകാശ് Yes. വർമ്മ. ജോർജ് സിനിമ സാർ. കണ്ടതല്ലേ? ജോർജ് സാർ. സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജോർജ് സാർ ഇപ്പോഴും ഹൈലൈറ്റിൽ തന്നെ നിൽക്കാം. കൂടുതൽ പേരും എൻ്റെ അടുത്തത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓക്കെ, ചോദിക്കാറുണ്ട്. പക്ഷേ സ്റ്റേജിലൊന്നും അങ്ങനെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഓക്കെ. അപ്പൊ എക്സ്ക്ലൂസീവ് ആണ്. ജോർജ് സാറിന്റെ ശബ്ദം ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ വേറെ പുറത്താരും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഉണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം ഒന്ന് കണ്ടു നോക്കാം. ഓരോരുത്തർക്കും ഓരോ ശൈലി ആയിരിക്കുമല്ലോ. അതെ, എന്തായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ചെയ്യാനൊന്ന് ശ്രമിക്കുകയാണ്. അത് എത്രത്തോളം വരും എന്നെനിക്കറിയില്ല. അതെ. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 36 വർഷമായടാ ബെൻസേ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർഡായി DYSP മെഡലും വാങ്ങി പുറത്തിട്ടിറങ്ങുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാറ് എന്നടാ. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നെ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ. നിന്റെ മുന്നിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിന് ഇനി ഒരുപാട് അറിയാനുണ്ട് അനിയ. ഇതെൻ്റെ കഥയാ. ഈ കഥയിലെ നായകൻ ഞാനാ. പുറത്തിതാരോടും പറയരുത്. കത്തിച്ചളെ ഞാൻ കുടുംബത്തോടെ. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് ഒരു ചെറിയൊരു ഷോക്ക് അടിച്ചൊരു ഫീല്. അതായത് സിനിമ കണ്ടപ്പോ അതേ ഫീല്. നിങ്ങൾ നല്ലൊരു ആക്ടറും കൂടിയാണ്. ശബ്ദം മാത്രമല്ല, നിങ്ങളുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് തിരിച്ചു പോയി. പക്ഷെ എപ്പോഴും ചില ആൾക്കാർക്ക് ചില കമന്റുകൾ വരും, നെഗറ്റീവ് അടിക്കാൻ മാത്രം ഇരിക്കുന്ന ആൾക്കാർ പറയും ഇതൊന്നല്ല, ഇത് സിനിമയിൽ അതുപോലെ വോയിസ് അതുപോലെ അടിച്ചതെന്ന് പറയും. ഇന്ന് എൻ്റെ ആനിവേഴ്സറി ആണ്. ചെറുതായിട്ട് അടിപൊളി. അപ്പോൾ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് നമുക്ക് ജോർജ് സാറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. വൈഫിനെ വിളിക്കാനോ? വൈഫിനെ വിളിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എത്ര കറക്റ്റ് ആണെന്ന് അറിയില്ല. എനിക്ക് എട്ടിന്റെ പണികാരുടെ പരിപാടിയാണെന്ന് തോന്നുന്നു. വൈഫിനെ കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു സർപ്രൈസ്. ബിസി ആയിരിക്കും ചിലപ്പോ. ഹലോ ഹലോ, മീറ്റിംഗിലാ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഒരാൾക്ക് കൊടുക്കാനാണ്. ഹലോ, ബിസിയാണ്. ഹലോ ഇന്ന് ഒരാൾക്ക് ഞാൻ ഫോൺ കൊടുക്കാം. തുടരുന്ന സിനിമ കണ്ടില്ലേ? അതിലെ വില്ലൻ ആരാന്നറിയോ? ആളുടെ പേരെന്താ? ജോർജ് സാർ എന്നാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ. എന്തൊക്കെയാണ് മോളെ വിശേഷം? ആദ്യം തന്നെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. സംഭവിച്ചിട്ടുണ്ട്. ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് എക്സൈറ്റഡ് ആയി പുള്ളിക്കരുത്. ഒരിക്കലും വിചാരിക്കുന്നില്ല. ഫോൺ വിളിക്കുമ്പോ നമുക്ക് അത്ര കറക്റ്റ് വോയിസ് കിട്ടില്ല. സിനിമ ഡയലോഗ് പറയുന്ന പോലെ. ഓക്കെ, പക്ഷെ ഇപ്പൊ മനസ്സിലായല്ലോ, സംഭവം ഒറിജിനലാണ്. നമ്മള് വോയിസ് കിട്ടുന്നതല്ല, പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോർജ് സാർ ഏറ്റു. അടുത്തത് ആര് ചെയ്യാൻ പറ്റും? അടുത്തത് ആസിഫ് അലി ചെയ്യുമ്പം എല്ലാരും നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എത്രത്തോളം ആവുമെന്നറിയില്ല. ഒന്ന് ചെയ്തേ. ആസിഫ് അലി ഇവിടെ വരുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കിരണിനെ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ആർജയാണല്ലോ, അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അമേസിങ് യുവർ ടാലന്റ്. താങ്ക് യു. എനിക്കറിയാം മലയാള സിനിമയിൽ കിരൺ വരാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു.
ഒരുപാട് സന്തോഷം കിരൺ. എന്നെ ഇവിടെ എത്തിക്കാൻ പറ്റിയ എനിക്കിവിടെ വരാൻ പറ്റിയതിൽ ശരിക്കും ഇറ്റ് ഇസ് മൈ പ്ലഷർ. ഭയങ്കര സന്തോഷമായി. കിരണ്, ഞാൻ ഒരു സിനിമയിൽ ഏറ്റവും ഹിറ്റായ ഒരു ഡയലോഗുണ്ട്, ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്നു. ആർട്ടിക്കലാണോ വീട്? ആർട്ടിക്കൽ HDFC ബാങ്കിൽ ജോലി ചെയ്യുന്ന ഭാസ്കർ മേനോനെ അറിയോ? ഭാസ്കർ മേനോൻ്റെ മോളെ പോലെ തന്നെയുണ്ട് അഴകിരാവിടെ സിനിമയിൽ. അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് കാവ്യമാധവൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആ ഒരു പയ്യനില്ലേ, അത് ഞാനാ. താങ്ക് യു. ഗ്രേറ്റ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് പ്രാങ്ക് കോൾ ചെയ്ത് കാശ് ഉണ്ടാക്കല്ലേ? ഇങ്ങനെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി എല്ലാത്തിനും പ്രാങ്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കാശുണ്ടാക്കാം. പക്ഷെ ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള നല്ലൊരു പേട. പക്ഷെ ഇതിലൊരു സാധ്യതയില്ല, ഇങ്ങനെ കുറെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയല്ലേ? ഈ പണ്ട് കാലത്ത് ചില മിമിക്രിക്കാരുടെ തമാശകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ലേഡീസ് വോയിസിൽ സംസാരിച്ചിട്ട് പിന്നെ റീചാർജ് ചെയ്യിപ്പിക്കുന്നത് നാട്ടിലൊക്കെ. അത് കുറേ മിമിക്രിക്കാർ പറഞ്ഞിട്ടുണ്ട്. ചില ആളിങ്ങനെ കുറേ നാള് വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മളിടയ്ക്ക് മെസ്സേജ് അയച്ചാൽ വീഴുന്ന അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആണുങ്ങൾ ഇപ്പോഴും പെണ്ണുങ്ങളുടെ മുമ്പിൽ വീണ് പോകുന്നുണ്ടല്ലേ? അതെ. പിന്നെ എന്നെയും കിരണിനെയൊക്കെ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള ഒരു എന്താ പറയാ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കാറില്ല. അടുത്ത ആരാണ് ഇതിന് വോയിസ് എടുക്കാൻ പറ്റുക? അടുത്തത് ജനങ്ങള് ഞാൻ ബാല ചെയ്യുമ്പോൾ എല്ലാവരും ബാല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മളെ സ്റ്റാർ മാജിക്കിലും മറ്റേ കോമഡി ഉത്സവത്തിലാണ് സമിതിക്ക് ശരിക്കും പുറത്തേക്ക് എത്തിയത്. അതെ, അതിലാണ് എത്തിയത് ബാലയുടെ വോയിസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാല. ഞാൻ ആക്ച്വലി വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോൾ, ഈ ഇൻ്റർവ്യൂക്ക് വരുമ്പോൾ, ഞാൻ ഈ കിരണിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് ഇച്ചിരി ലെമൺ ടീ വരണമെന്നാണ്. ലെമൺ ടീ വേണമെന്ന് പറഞ്ഞു ഞാനിവിടെ എത്തി. എനിക്ക് ലെമൺ ടീ കിട്ടിയിട്ടില്ല, പകരം എനിക്ക് ഒരു ബോട്ടിൽ വെള്ളമാണ് കിട്ടിയത്. നിങ്ങൾ മനസ്സിലാക്കണം, കിരൺ എന്ത് ആലോചന ഈ വെള്ളം എനിക്ക് തന്നത്. ഞാൻ ലെമൺ ടീ എന്ന് പറഞ്ഞത് അത് സീരിയസ് ആയിട്ട് കാണണ്ടേ? സോറി, ദിസ് ഈസ് സീരിയസ്. ഞാൻ എൻ്റെ പൊട്ടന നിങ്ങൾ പറയണേ, ഞാൻ പൊട്ടനല്ലല്ലോ. അപ്പോൾ ഇത് ചെയ്ത് തെറ്റല്ലേ? അത് റാങ് അല്ലേ? ദിസ് ഈസ് റാങ്. ഓക്കെ ആരവിടെ ഒരു ലെമൺ ടീ കൊടുക്കൂ? ബാല സാറിന് ഒരു ലെമൺ ടീ. കൺഗ്രാറ്റുലേഷൻ, അടിപൊളി. പക്ഷെ ഇതിൽ എപ്പോഴും ശ്രദ്ധേയമായത് PC ജോർജ് സാറാണ്. PC ജോർജ് സാറ് വിളിച്ച് അതെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, ഞാൻ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോള് വന്നു. ആരുടെ കോളെന്ന് നോക്കിയിട്ടില്ല, നമ്പർ മാത്രമേ ഉള്ളൂ. എടുത്തപാടെ ആ സൗണ്ട് ഇങ്ങനെയായിരുന്നു. സമതല്ലേ? അതെ, സമതാണ്. നിങ്ങൾ ആരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് എൻ്റെ ശബ്ദം അനുകരിക്കുന്നത്? അല്ല, ഇത് ആരും മനസ്സിലായില്ല. ഞാൻ PC ജോർജ്, അറിയാവോ? അയ്യോ സാറേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് എന്നെ അനുകരിക്കുന്നത്? അയ്യോ സാറേ, ഞാൻ അതിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മോശം പറയാനല്ല, കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി വിളിച്ചത്. എൻ്റെ ഭാര്യയാണ് എനിക്ക് ഇത് കാണിച്ചത് വീഡിയോ. നിങ്ങളെപ്പോലെ തന്നെ അനുകരിക്കുന്നത് സൂപ്പറാണെന്ന് പറഞ്ഞു. എന്തായാലും ഗംഭീരം കേട്ടോ. ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ട് എന്തെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ കാണാം കേട്ടോ. ഇതിലും വലിയൊരു അപ്രിസിയേഷൻ കിട്ടാനില്ല. അതായത് അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചത് ജോർജ് സാറാകുമ്പോൾ തെറി പറയാറുള്ളത് അത് മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തീരെ പിടിക്കാറ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആളെ നേരിട്ട് വിളിച്ച് കൺഗ്രാജുലേറ്റ്. ഞാനും ശരിക്കും പേടിച്ചു പോയി. പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ വിചാരിച്ചു പുള്ളി ചൂടാവാനോ തെറി വിളിക്കാനോ ഒക്കെ ആയിരിക്കുന്നു. പക്ഷെ അന്നാണ് ഞാൻ മനസ്സിലായത് കലാകാരന്മാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് PC ജോർജ് സാർ. സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ബിഗ് താങ്ക്സ് ടു യു. അത് ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ വെച്ചിട്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വേറെ ആരെങ്കിലും ഇതുപോലെ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. ഒത്തിരി പേരുടെ കൂടെയൊക്കെ ഫിലിം സ്റ്റാർസിൻ്റെ കൂടെ ലൈവ് നിന്നിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ ശബ്ദം എടുത്തിട്ടുണ്ട്. പിന്നെ ഉസ്താദ് ഹോട്ടൽ ഹിറ്റായ സമയത്താണ് ഇവിടെ ദുബായിൽ തന്നെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാം വന്നത്. അപ്പോൾ എനിക്ക് അതിൽ എൻക്വയറി വന്നു. അങ്ങനെ ദുൽഖറിൻ്റെ കൂടെ നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അത് ഇച്ചിരി പ്രയാസമാണ്,
ഇല്ല, അത് അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ബാക്ക് വാളിൽ LED നമുക്ക് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നത്. അങ്ങനെ ഉസ്താദ് ഹോട്ടലിൻ്റെ വീഡിയോ ഇട്ട് ചെയ്തു, ഗംഭീരമായി. അത് ദുൽഖറിൻ്റെ ഒന്നിച്ച്. അതിനുശേഷം 1-2 സ്ഥലങ്ങളൊക്കെ DQ ഞാൻ നാട്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ എന്നെ ഓർക്കാറുണ്ട്. എനിക്കൊന്ന് പുള്ളിയുടെ കൂടെ നിന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു മിമിക്രിക്കാരൻ ശബ്ദം. അല്ലാതെ ഒരുപാട് പേര് ശബ്ദം അനുകരിക്കുന്നുണ്ട്, കൂടെ നിന്നിട്ട് ഞാനായിരിക്കും. അത് വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച്. സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ഇതുപോലെ ആസിഫിക്ക ഇതുപോലെ എങ്ങാനും ആസിഫ് ഖായെ കണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് സംസാരിക്കാനും പറ്റിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരു അവസരം കിട്ടട്ടെ. അതെ, തീർച്ചയായിട്ടും. ടൊവിനോ എൻ്റെ മിമിക്രി കണ്ടിട്ടുണ്ട്, കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് കോമഡി ഉത്സവം ചാനലിൽ ഗസ്റ്റായിട്ട് വന്നപ്പോൾ, ഒന്ന് ഇതേ ഷോയ്ക്ക് പ്രോഗ്രാം കണ്ടിട്ട് എൻ്റെ മിമിക്രി കണ്ടിട്ട് ഷെയ്ക്കാൻ തന്നു, ഗംഭീരമായി. അതെ, തീർച്ചയായിട്ടും ഒരു കലാകാരൻ്റെ ഒരു വലിയൊരു അവാർഡാണ് ഒരാള് കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്. അത് എത്ര പൈസ കിട്ടിയാലും എത്ര സമ്മാനം കിട്ടിയാലും ഒന്നും അത് മാറില്ല. അതുപോലെ നമുക്കിനി വേറെ ആരുടെ ശബ്ദം എടുക്കാൻ പറ്റും? ഒരാളും കൂടെ. പിന്നെ ഇപ്പോൾ ഹിറ്റായ വെറൈറ്റി ഡയലോഗാണല്ലോ എല്ലാവരും അടിച്ചു കയറി വാ. ഇപ്പോൾ റിയാസിക്ക ദുബായിലൊക്കെ വരുമ്പോൾ, റിയാസ് ഖാൻ ദുബായിൽ വരുമ്പോഴൊക്കെ നമ്മൾ കാണാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ശബ്ദം അനുകരിക്കുമ്പം പുള്ളി ഇങ്ങനെ പറയുന്നൊരു ഡയലോഗുണ്ട്. എടാ സമ്മതേ, ഞാൻ ആദ്യം ഈ ഡയലോഗ് പറയാം, എന്നിട്ട് നീ പറഞ്ഞാൽ മതി. തുടങ്ങല്ലേ? ഇപ്പോൾ ക്യാമറ ഓണല്ലേ? ഭാസ്കര, ഇവിടെ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കൊഞ്ചോ കരിമീനോ എന്ത് വേണേ കൊടുക്ക്. ഇന്നെല്ലാം എൻ്റെ വക, ഇന്ന് എൻ്റെ എല്ലാ ചെലവ്. അപ്പം സായിപ്പന്മാരും മലയാളികളും എല്ലാവരും അടിച്ച് കയറി വരട്ടെ. ഇങ്ങനെ അടിച്ച് കയറി വരട്ടെ. ഈ ഡയലോഗാണ് കൂടുതൽ പറയുന്നത്. ഓക്കെ. അതിൽ തന്നെയാണ് അദ്ദേഹം ഹിറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ റീസെന്റ് ആണ് അദ്ദേഹത്തിന് ആ ഒരു വീഡിയോ, ആ സിനിമ ഇറങ്ങിയ സമയത്ത് നമുക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പലതും കാലം കഴിയുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും.